300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി തിരൂർ പോളിടെക്നിക്കിലെ വിതരണ സംഭരണ കേന്ദ്രങ്ങൾ. തിരൂർ, താനൂർ, കോട്ടക്കൽ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് തിരൂർ പോളിയിൽ നടക്കുക. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കായി വിപുലമായ സൌകര്യങ്ങളാണ് പോളിയിൽ ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിതരണ ശേഖരണ കേന്ദ്രമാണ് തിരൂരിലേത്. തിരൂർ, കോട്ടക്കൽ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിന് 19 കൌണ്ടറുകൾ വീതവും താനൂരിനായി 16 കൌണ്ടറുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ കൌണ്ടറുകളും ആധുനിക സൌകര്യങ്ങളോടെയാണ് ഒരുക്കിയിട്ടുള്ളത്. തിരൂരിൽ 243 പോളിംഗ് ബൂത്തുകളും കോട്ടക്കലിൽ 241 ബൂത്തും താനൂരിൽ 211 ബൂത്തുമാണുള്ളത്. ഒരു കൌണ്ടറിൽ 3 ജീവനക്കാരെ വീതമാണ് നിയോഗിച്ചിട്ടുള്ളത്. അതാത് നിയമസഭാ മണ്ഡലങ്ങളിലെ വരണാധികാരികളുടെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെയും മേൽനോട്ടത്തിൽ സ്ട്രോങ് മുറികളിൽ സൂക്ഷിച്ചിട്ടുള്ള വോട്ടെടുപ്പ് യന്ത്രങ്ങൾ വിതരണ കൌണ്ടറുകളിൽ എത്തിക്കും. തുടർന്നാണ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യുക. തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇതേ കേന്ദ്രങ്ങളിൽ ഇവ തിരിച്ചെത്തിക്കുകയും വേണം. ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഉൾപ്പെടെ വിപുലമായ സൌകര്യങ്ങൾ തയ്യാറാണ്. കൂടാതെ മെഡിക്കൽ സംഘവും പ്രവർത്തിക്കും. റിസർവ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനും പ്രത്യേക ഇടമുണ്ട്. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. പോളിടെക്നിക്കിന്റെ 3 ഭാഗങ്ങളിലായാണ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിന് പ്രത്യേകമായി വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിനും 4 വീതം കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തുന്ന ജീവനക്കാർക്ക് ഇവിടെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാം. തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സൌകര്യമൊരുക്കുന്നത്. പോസ്റ്റൽ ബാലറ്റുകൾ രാഷ്ട്രീയ പ്രവർത്തകർ കൈവശപ്പെടുത്തി ഉപയോഗിക്കുന്നത് തടയാനാണ് പുതിയ സംവിധാനം. പോളിടെക്നിക്കിലെ സൌകര്യങ്ങൾ നിയോജക മണ്ഡലങ്ങളുടെ വരണാധികാരികളും പൊതുനിരീക്ഷകരും വിലയിരുത്തിയിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 8 മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുക. ഉച്ചയോടെ വിതരണം പൂർത്തിയാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വൈകുന്നേരത്തിനകം ഉദ്യോഗസ്ഥരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിന് വിപുലമായ വാഹന ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലെ 3 മണ്ഡലങ്ങളുടെ വിതരണ ശേഖരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഏക കേന്ദ്രം തിരൂർ പോളിടെക്നിക്കാണ്. തവനൂർ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തവനൂർ കാർഷിക സർവകലാശാലയിലും പൊന്നാനിയിലേത് പൊന്നാനി AV ഹൈസ്കൂളിലുമാണ്. തിരൂർ, കോട്ടക്കൽ, താനൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലും തിരൂർ പോളിയിലാണ് നടക്കുക. തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പൊന്നാനി AV ഹൈസ്കൂളിലാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം, ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. മജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031.